നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ചെറിയ പാർട്ടി അല്ലെങ്കിൽ കൂടുതൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് റെസിപ്പിയാണ് ചെയ്യുന്നത്. ലസ്സി ഫ്രൂട്ട് സലാഡ്. വളരെ കുറഞ്ഞ ചേരുവകൾ ഇതിന് വേണ്ടതുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ലസ്സിയാണ് റെഡിയാക്കേണ്ടത്. അതിനായിട്ട് ഒരു 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് എന്ന് പറയുമ്പം അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് നോക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതുപോലെ തന്നെ തൈരിൻ്റെ പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കണം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. തണുപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഒന്നങ്ങ് കറക്കി എടുത്താൽ മതി. ഒരുപാട് നമ്മൾ ജ്യൂസൊക്കെ അടിച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട. അപ്പോൾ അതിൻ്റെ കട്ടി കുറഞ്ഞു പോകും. ചെറിയൊരു കട്ടിയോട് കൂടിയിട്ട് വേണം ഇത് നമുക്ക് കിട്ടാനായിട്ട്. ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു തിക്നെസ്സിൽ കിട്ടണം. ഫ്രൂട്ട് സലാഡിനായതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കരുത്. ഈ ഒരു തിക്നെസ് എന്തായാലും വേണം. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി മുറിച്ചിട്ടുള്ള ഏത് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ അളവ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കാരണം നമ്മൾ തൈര് എടുക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്യാൻ എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കറുത്ത മുന്തിരി, അതുപോലെ തന്നെ പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉറുമാമ്പഴം, മാങ്ങ, പഴം, അതുപോലെ തന്നെ കുറച്ച് ആപ്പിൾ കൂടിയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങയും പഴവും കഴിയുന്നത് എടുക്കാൻ നോക്കുക, കാരണം അതാവുന്ന സമയത്ത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. തൈരും അതുപോലെ തന്നെ ആ ഒരു ഫ്രൂട്ട്സും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. ശരിക്കും ഇതുവരെ ഈ ഒരു തൈരിൽ ഫ്രൂട്ട്സ് ഇട്ട് കഴിക്കാത്ത ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ ശരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം തൈര് നമ്മൾ ലസ്സിയാക്കി അടിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അതിൽ ആ പഞ്ചസാര അതുപോലെ തന്നെ ഏലക്കായം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഒരുപാട് വെള്ളമൊക്കെ കൂട്ടി ലൂസാക്കുകയും ചെയ്യരുത്. ഈ ഒരു കട്ടിയിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുക. അങ്ങനെയാകുമ്പം ഇത് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ലാസ്റ്റ് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തണ്ണിമത്തൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഇത് നിർബന്ധമൊന്നുമില്ല, ചെറിയൊരു ഫ്ലേവർ അതുപോലെ തന്നെ ഒരു ചെറിയ പിങ്ക് കളർ അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു നമ്മുടെ ഫ്രൂട്ട് സലാഡ് സെർവ് ചെയ്യുന്നത് തണ്ണിമത്തൻ കൊണ്ട് ചെറിയൊരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ട് അതിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വത്തക്കയുടെ ജ്യൂസ് കയ്യിലുണ്ട്, അതുകൊണ്ട് ഒഴിച്ചു എന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആണെങ്കിലും ടേസ്റ്റാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോബെറിയുടെ നാൾ കാണിച്ച പോലത്തെ എസൻസ് കയ്യിലുണ്ടെങ്കിൽ അതൊരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളർ കിട്ടും. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല, ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അത് ചേർക്കുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ലസ്സി വെച്ചിട്ടുള്ള ഫ്രൂട്ട് സലാഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട പോലെയൊക്കെ സെർവ് ചെയ്യാം. ചെറിയ പുഡിംഗ് ബൗളിലോ ഗ്ലാസ്സിലോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, കൊടുക്കാം. ഞാനിപ്പോൾ ഇത് എങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തണ്ണിമത്തം വെച്ചിട്ട് ചെറിയൊരു ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത്രയ്ക്ക് എക്സ്പേർട്ട് അല്ല ഇത് ഉണ്ടാക്കാൻ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ചെറിയൊരു ടാപ്പ് കറക്റ്റ് അടയാളം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ഒരു ബാസ്ക്കറ്റിൻ്റെ കൈയുടെ ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുകൾ ഭാഗത്ത് ഇങ്ങനെ 2 ടാപ്പാക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ഷേപ്പിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്, കയറി ഇറങ്ങി വരുന്ന ആ ഒരു ഷേപ്പിൽ. അപ്പോൾ അത് റൗണ്ട് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടാപ്പ് റൗണ്ടിൽ ഒട്ടിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളിത് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, കത്തി കൊണ്ട് കറക്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ തണ്ണിമത്തൻ്റെ പുറക് വശം, അതായത് അടിഭാഗത്തേക്ക് ഇരിക്കുന്ന വശം ചെറുതായിട്ടൊന്ന് ഇത്തിരി തൊണ്ടങ്ങ് മാറ്റിക്കളയാം. കാരണം അതിങ്ങനെ അടിയിൽ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഒരുപാട് ഉള്ളിലേക്ക് കത്തി തട്ടിപ്പോവരുത്, കാരണം ഒരു തൊണ്ടല്ലാതെ ഉള്ളിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് സാലഡൊക്കെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒലിച്ച് താഴേക്കൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇത്ര ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതി. എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇപ്പോൾ സിമ്പിളായിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നേ ഉള്ളൂ. വാട്ടർമെലൺ കാർവിങ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ 2 സൈഡിലും ഇതുപോലെ കത്തി കൊണ്ട് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക. 2 സൈഡും ഒന്ന് വെട്ടിയെടുക്കണം. ഒന്നങ്ങ് അടയാളപ്പെടുത്തി എടുത്താൽ മതി. കത്തി ഉള്ളിലേക്ക് ഇറക്കിയിടുക. ഇതുപോലെ കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കണ്ട, ഇതുപോലെ അങ്ങോട്ട് ഉള്ളിലേക്ക് കത്തി ഇറക്കി ഷേപ്പാക്കി വെക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റൗണ്ടിലുള്ള ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ടാപ്പിൻ്റെ മേലെ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഈ ടാപ്പ് അങ്ങ് മാറ്റി കളഞ്ഞിട്ട് ബാക്കി ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് തെറ്റിപ്പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്, കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഈ ടാപ്പ് അങ്ങ് മാറ്റി കളഞ്ഞാൽ നമ്മൾ കത്തി കൊണ്ട് വരച്ചിട്ടുള്ള അടയാളം അതിലുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കത്തി വെച്ചിട്ട് ഇറക്കി കൊടുക്കാം. ആദ്യം സൈഡിലേക്ക് ഒന്ന് ചെരിച്ച് ചെറുതായിട്ട് നമ്മൾ ആ വരച്ചിട്ടുള്ള വരയിലൂടെ ഒന്നങ്ങ് കത്തി ഇറക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തിരിച്ചും ആ ഒരു ലൈനിൽ തന്നെ ഇപ്പുറ ഭാഗത്തേക്കും ഇതുപോലെ കത്തി ഇറക്കി കൊടുക്കുക. പിന്നെ തണ്ണിമത്തൻ ആയതുകൊണ്ട് തന്നെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത്രയും വലിയൊരു തണ്ണിമത്തൻ ഇതിനായിട്ടൊക്കെ, അത് നമ്മൾ ഫംഗ്ഷനും പാർട്ടിയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. ഭയങ്കര ഫാസ്റ്റിലൊക്കെ ചെയ്താൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ അത്ര ചെയ്തിട്ടുള്ളത്.
ഒരു തവണ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആവും കേട്ടോ ശരിക്കും. പിന്നെ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ രണ്ട് ഭാഗത്തുള്ള ആ ഒരു പീസ് ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ തന്നെ കാണാനായിട്ടൊരു നല്ല ഭംഗി ഉണ്ടാവും. ഇനി ബാസ്ക്കറ്റിൻ്റെ ആ കൈയുടെ ഷേപ്പ് കറക്റ്റ് കിട്ടാനായിട്ട് അത്രയും ഭാഗത്തുള്ള ഈ മേൽഭാഗത്തുള്ള തണ്ണിമത്തനൊന്ന് മുറിച്ചെടുക്കണം. ഇത് ശരിക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള തണ്ണിമത്തൻ തന്നെ ഇപ്പോൾ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് സെർവ് ചെയ്യാനാണെങ്കിൽ നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ തണ്ണിമത്തൻ നമുക്ക് വേസ്റ്റ് ആകാതെ, എന്തായാലും വേസ്റ്റ് ആവില്ല, ജ്യൂസിനായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ സ്കൂപ്പ് ചെയ്തിട്ടൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ ഇപ്പോൾ വേറെ ഫ്രൂട്ട് സലാഡ് അല്ല, അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ഒന്നിച്ച് മുറിച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിക്ക് എങ്ങനെയാണ് വേണ്ടത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുപോലെ വലിയ തവി വെച്ചിട്ട് കോരിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് തന്നെ ഉൾഭാഗത്ത് നിന്ന് മൊത്തത്തിൽ തണ്ണിമത്തൻ പുറത്തേക്ക് എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഞാനിതിൽ നിന്ന് തണ്ണിമത്തൻ മാറ്റിയെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിലേക്കാണല്ലോ റെഡിയാക്കിയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഒഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉൾഭാഗത്തുള്ള തണ്ണിമത്തനൊക്കെ മൊത്തത്തിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ബാസ്ക്കറ്റിൻ്റെ കയ്യിൽ സൈഡിൽ ചെറുതായിട്ട് ഷേപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കത്തി വെച്ചിട്ട് വരഞ്ഞല്ലോ സൈഡിലൂടെ വലുതായിട്ട്, അതുപോലെ ചെറുതായിട്ട് വേണമെങ്കിൽ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തൈര് ലസ്സിയുടെ ഫ്രൂട്ട് സലാഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വലിയൊരു തണ്ണിമത്തനായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഒഴിക്കാനുള്ള സലാഡ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ തൈര് ഒന്ന് മിക്സിയിൽ അടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ വത്തക്ക തണ്ണിമത്തൻ നമ്മൾ ആദ്യം സ്കൂപ്പ് ചെയ്ത് മാറ്റി വെച്ചല്ലോ, അത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫ്രൂട്ട്സൊക്കെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫ്രൂട്ട് സലാഡ് പരിപാടി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ വത്തക്ക ആ ഒരു സൈഡൊക്കെ കട്ട് ചെയ്ത് ഒരു ബാസ്ക്കറ്റൊക്കെ ആക്കി എടുത്തപ്പോൾ ഒരു ഇത്തിരി സമയം എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ അത്ര എക്സ്പീരിയൻസ് അല്ലാത്തതുകൊണ്ട്. അല്ലാത്തവർക്ക് ഈസി ആയിരിക്കും. എങ്ങനെയാണോ സെർവ് ചെയ്യാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ആ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ നമ്മളെ പാർട്ടികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സൽക്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളർഫുൾ ആക്കാൻ ഇത് നല്ലതായിരിക്കും. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ചെറിയ തവി കൂടെ ഇതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കോരി കഴിക്കാൻ ചെറിയ പുഡിംഗ് ബൗളോ ഗ്ലാസ്സോ എന്തെങ്കിലും സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് സ്ട്രോബെറിയുടെ എസൻസ് ചേർത്ത് നല്ലൊരു പിങ്ക് കളർ കുറച്ചുകൂടി ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഫോട്ടോ എടുക്കട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുകൂടെ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്ടർമെലൺ ബാസ്ക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്നുകൂടെ മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ തന്നെ കുറച്ചുകൂടി ഒരു പിങ്ക് കളർ കിട്ടും. ആ വത്തക്കയുടെ കളറൊക്കെ ജ്യൂസൊക്കെ ഒന്നുകൂടെ ഇറങ്ങി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഇനി ഈ പറഞ്ഞ പോലെ സ്ട്രോബെറിയുടെ എസൻസ് കുറച്ച് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1-2 ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു കളറും ആയിരിക്കും. അതുപോലെ തന്നെ ചെറിയൊരു സ്ട്രോബെറി ഫ്ലേവർ തൈരിൽ വരുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും. ഒരുപാടൊന്നും വേണ്ട. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ബൗളിൽ നല്ല വൈറ്റ് കളറിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഫ്രൂട്ട് സലാഡ് അതുപോലെ തന്നെ എടുക്കുക. ഒരു ബൗളിൽ ഇതുപോലെ സ്ട്രോബെറിയുടെ എസൻസ് ചേർത്തിട്ട് ഇതുപോലെ ചെറിയൊരു പിങ്ക് കളറിൽ വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഈ സ്ട്രോബെറിയുടെ എസൻസ് കൂടെ ചേർത്തിട്ട് ആ ഒരു പിങ്ക് കളറിലുള്ള സാലഡ് ഞാൻ ചെറിയൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയതാണിത്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ വാട്ടർമെലൺ കാർവിങ് ശരിക്കും ഞാൻ കാണിച്ചിട്ടില്ല, ഡിസൈൻ ചെയ്യുന്നത് കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. അതെന്തായാലും ഒരു ഡീറ്റെയിൽ വീഡിയോ ഒരു വാട്ടർമെലൺ ബാസ്ക്കറ്റ് ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് എന്തായാലും റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്